അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിൽ പാരായണം ചെയ്യേണ്ട 7 സൂറത്തുകളെ കുറിച്ചാണ്. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് റസൂലുള്ളാഹി കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. ഒറ്റയായ രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ കഴിഞ്ഞു, അവസാനത്തിലെത്തിയില്ലേ, പെരുന്നാളാവാനായി. വിശ്വാസികളായ ഈമാനുള്ളവരുടെ ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത്. റമദാനിനെ വളരെ സങ്കടത്തോടുകൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് യാത്രയാക്കുന്ന ദിനരാത്രങ്ങൾ, ആ അവസാന നിമിഷത്തിൽ അള്ളാഹു നൽകുന്ന വലിയ ഒരു സൗഭാഗ്യമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഈ ലൈലത്തുൽ ഖദറിന് വലിയ പ്രത്യേകതകളുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ട്. ഒരു മനുഷ്യായുസിനേക്കാൾ കൂടുതൽ പ്രത്യേകത ഒരൊറ്റ രാത്രിക്കുണ്ട്. ആ രാത്രി കിട്ടിയാൽ ഒരായുസ്സിൽ ചെയ്ത സൽക്കർമ്മത്തിനേക്കാൾ കൂടുതൽ ഒരൊറ്റ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മഹത്വമാണ്. ഒന്ന് കിട്ടിയാൽ പോരെ, ഒരു ആയുസ്സിൽ ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. ഈ ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത എന്താണ്? 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ട്. എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ഇത്രത്തോളം പ്രത്യേകതകൾ വന്നത്? അതിൻ്റെ കാരണം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നുള്ളത് കൊണ്ടാണ്. ഒരു വർഷത്തിൽ ഏറ്റവും പവിത്രതയുള്ള മാസം ഏതാ? റമദാനാണ്. നമുക്കറിയാം, റമദാനിൽ ഏറ്റവും പവിത്രതയുള്ള ദിവസം ഏതാണ്? ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ്. എന്താണ് ലൈലത്തുൽ ഖദർ രാവിൻ്റെ പ്രത്യേകത? 1000 മാസത്തേക്കാൾ മഹത്വമുള്ള, പ്രതിഫലം നൽകുന്ന ദിവസം. എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ഇത്രത്തോളം പ്രാധാന്യം ലഭിച്ചത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖുർആൻ ഇറക്കി എന്നുള്ളതാണ്. ഈ ലോകത്തെ സകല അറിവുകളും സമ്മേളിച്ചിട്ടുള്ള അതിമഹത്തായ ഗ്രന്ഥത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയിലേക്ക് ഇറക്കിക്കൊടുത്ത് ലോകത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും കൊടുത്ത ആ പരിശുദ്ധ ഖുർആനിന്റെ ആണ്ടാണ് ലൈലത്തുൽ ഖദർ, അല്ലേ? ആ ലൈലത്തുൽ ഖദറിന് എത്രത്തോളം മഹത്വം കൊടുക്കുന്നത് ഖുർആനാണ്. അപ്പൊ ഖുർആന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയും, റമദാൻ നമ്മിൽ നിന്ന് പോയാലും ലൈലത്തുൽ ഖദർ നമ്മിൽ നിന്ന് പോയാലും ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ വീട്ടിലുണ്ടാകും. ആ ഖുർആനാണ് നാളെ പാരത്രീക ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ഷഫീആയിട്ട് വരുന്നത്. ആ ഖുർആനാണ് നമ്മുടെ ഖബറിൽ നമുക്ക് സഹായിയായി വരുന്നത്. ഖുർആൻ ഒരിക്കലും കൈവിടരുത്. ഖുർആനെയാണ് ലൈലത്തുൽ ഖദർ വരുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആനെയാണ്. ഖുർആന്റെ ചരിത്രമാണ്, ഖുർആന്റെ വരികളാണ്, ഖുർആന്റെ ഗാംഭീര്യമാണ്. ഖുർആനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിന്റെ വാക്താക്കളിൽ മരണം വരെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിൽ പാരായണം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 7 സൂറത്തുകളെ കുറിച്ചാണ്. സബ്ഉ സുവരിൻ അദീമത്തുൻ യുസ്തഹബ്ബു ഖിറാഅതുഹാ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ പാരായണം ചെയ്യേണ്ട 7 സൂറത്തുകൾ, അല്ലേ? ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. നമ്മൾ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ രാത്രി ഒരുപാട് സമയം ഇബാദത്ത് ചെയ്യണമെന്നതാണല്ലോ. അപ്പോൾ വലിയ സൂറത്ത് തന്നെ ആദ്യമായിട്ടുണ്ട്. ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഈ സൂറത്തുൽ ബഖറ നമുക്കറിയാം, സൂറത്തുൽ ബഖറയിലാണ് ആയത്തുകളുടെ രാജാവാകുന്ന ആയത്തുൽ കുർസി ഉള്ളത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവരുടെ വീട്ടിൽ ശൈത്താൻ ഒരിക്കലും കയറൂല. ശൈത്താൻ ഒരു പേടി ഉണ്ടാകും ഉള്ളിൽ കയറുമ്പോൾ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടാണ്. അല്ലെങ്കിൽ ശൈത്താൻ ഉണ്ടെങ്കിൽ തന്നെ ആ ശൈത്താനെ സൂറത്തുൽ ബഖറ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് സൂറത്തുൽ ബഖറ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് പാരായണം ചെയ്യുക. ഒരു 20-25 മിനിറ്റ് ഏറി വന്നാൽ അത്ര എടുക്കുള്ളൂ. വലിയ സൂറത്താണെങ്കിലും നമ്മൾ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് ഓതി തീർക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈതി, ശൈത്താൻ വീട്ടിൽ നിന്ന് ഓടി അകലും. എപ്പോ? അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടി ഒളിക്കും എന്ന് റസൂലുള്ളാഹി പറയാം. അപ്പോൾ ശൈത്താനിയത്തിൽ നിന്നുള്ള മോചനം കിട്ടും. അതോടൊപ്പം ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വവും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നതിലൂടെ കിട്ടും. ഇനി രണ്ടാമത്തെ സൂറത്താണ് സൂറത്തു ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ സൂറത്ത് രണ്ടാമത്തെ വലിയ സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ.
ഈ ആലിമ്രാൻ സൂറത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? അത് ഷഫീഅൻ ലി അസ്ഹാബിഹി ഷഫീഅൻ ലി ഖാരിഇഹി. ആലു ഇമ്രാൻ സൂറത്ത് ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ നാളെ പാരത്രിക ലോകത്ത് അവനക്ക് സഹായിയായി ഈ സൂറത്ത് വരുന്നെന്നുള്ളതാണ്. എവിടെ? ആരുമില്ലാത്ത, മക്കളില്ലാത്ത, കുടുംബമില്ലാത്ത, അയൽവാസികളില്ലാത്ത, സമ്പത്തില്ലാത്ത, ഒറ്റപ്പെടുന്ന പാരത്രിക ലോകത്തെ മഹ്ശറയിലെ വൻസഭയിൽ വെച്ച് സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സൂറത്താണ് സൂറത്ത് ആലു ഇമ്രാൻ. ആ ആലു ഇമ്രാനെ നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇഖ്റഉ അസ്സഹ്റാവൈൻ, സഹ്റാവൈനിനെ നിങ്ങൾ പാരായണം ചെയ്യണം. തിളക്കമുള്ള 2 നക്ഷത്രങ്ങൾ, തിളക്കമുള്ള 2 സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണം. ഏതൊക്കെയാണ്? സൂറത്ത് അൽ ബഖറ വ ആലു ഇമ്രാൻ. ആലു ഇമ്രാനും അൽ ബഖറയുമാണ്. അത് രണ്ടും നമ്മളിപ്പോൾ പറഞ്ഞു. ഫഇന്നഹുമാ, ഈ 2 സൂറത്തുകളും തഅതിയാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഭീകരമാകുന്ന അവസരത്തിൽ കഅന്നഹുമാ ഗമാമതാനി, 2 മേഘങ്ങളെ പോലെ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ വളരെ പ്രധാനപ്പെട്ട 2 സൂറത്തുകളാണ് സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. അള്ളാഹു പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് സൂറത്തു യാസീനാണ്. സൂറത്ത് യാസീനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, അല്ലേ? സൂറത്തുൽ യാസീൻ പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. മരിച്ചാലും മരിച്ചോടത്തും, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിൽ നമ്മുടെ പുറത്തൊരാൾ വന്ന് ചൊല്ലുന്നുണ്ടെങ്കിൽ സൂറത്ത് യാസീനായിരിക്കും. ഈ സൂറത്ത് യാസീൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ വീഡിയോ അതിന് ലെങ്ത് കൂടുന്നത് കൊണ്ട് നമ്മൾ ചുരുക്കി പറയുകയാണ് ഒരു ഹദീസിലൂടെ. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ, എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. എന്താ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ശരീരത്തിന് നമുക്ക് ഉന്മേഷം നൽകുന്ന, ശരീരത്തിനെ ജീവിപ്പിക്കുന്ന അവയവമാണ് ഹൃദയം. എന്നാൽ വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിൽക്കാതെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു അവയവമേ ഉള്ളത് ഹൃദയം. അത് ഹൃദയമാണ്. ഹൃദയം നിന്നാൽ നിന്നു, എല്ലാതും നിന്നു. എന്നാൽ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പ്രവർത്തിക്കുന്ന ഹൃദയം പോലെ പരിശുദ്ധ ഖുർആനിൽ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എവിടെയും നമ്മൾ കേൾക്കുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. അത് ഖൽബുൽ ഖുർആൻ, അത് ഖുർആനിന്റെ ഖൽബാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതാണ് സൂറത്തുർ റഹ്മാൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്ന സൂറത്താണ്. അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങൾ, ജീവിതങ്ങൾ, സൗഖ്യങ്ങൾ, അള്ളാഹു നൽകിയ മക്കൾ, കുടുംബം, ജീവിതം, ഇതൊക്കെ വിശദീകരിക്കുന്ന സൂറത്തുർ റഹ്മാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരും. അത്ര മനോഹരമായ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അപ്പോൾ സൂറത്തുർ റഹ്മാൻ നമ്മൾ പാരായണം ചെയ്യണം. ഇനി 5ാമത്തെ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ഒരു മനുഷ്യൻ സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രികളിലും പാരായണം ചെയ്താൽ ദാരിദ്ര്യം അവനെ തൊടുക പോലുമില്ല, അവനെ സ്പർശിക്കുക പോലുമില്ല. ദാരിദ്ര്യം പോകുമെന്നല്ല, അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്താണെന്ന് അവൻ അറിയില്ല. ജോലിയില്ല, നല്ല ജോലിയില്ല, വരുമാനമില്ല, വലിയ പ്രശ്നങ്ങളിലാണ്, രോഗമാണ്. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തോളൂ, അത് പതിവാക്കിക്കോളൂ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ കൂട്ടിക്കോളൂ. എന്നാൽ സൂറത്തുൽ വാഖിഅ ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു കൂട്ടുകാരനെ പോലെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്ത് ബുദ്ധിമുട്ടാണോ വരുന്നത്, സൂറത്തുൽ വാഖിഅ ഒരു വലിയ സഹായിയാണ്. അപ്പോൾ അത് പാരായണം ചെയ്യുക. ഇനി 6ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിൻ്റെ രാജാധികാരത്തെ കുറിച്ച് പറയുന്ന സൂറത്തുൻ മിനൽ ഖുർആനി 30 ആയത്തൻ ശഫഅത്ത് ലിസാഹിബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് അതിനെ സ്നേഹിക്കുന്ന, അതിനെ പാരായണം ചെയ്യുന്ന, അതിനെ സ്ഥിരമാക്കുന്ന ആളുകളുടെ കൂടെ ഉണ്ടാകും, ഷഫീആയിട്ടുണ്ടാകും, നാളെ ശുപാർശകനായിട്ടുണ്ടാകും, റെക്കമെൻഡ് ചെയ്യാൻ, നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഖബറിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഭീകരാന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ഭീകരന്മാരായ മലക്കുകൾ വരുമ്പോൾ, ഖബർ ശിക്ഷയിൽ കത്തി അമരുമ്പോൾ സൂറത്തുൽ മുൽക്ക് നമ്മെ സഹായിക്കാൻ ഖബറിലുണ്ടാകും, നാളെ മഹ്ശറയിലുണ്ടാകും. വിട്ടുകളയരുത്. ഒരു കൂട്ടുകാരനെ പോലെ എന്നും കാണുന്ന ഒരു സൂറത്താകണം സൂറത്തുൽ മുൽക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്തതാണ് സൂറത്തുൽ ഖദർ.
സൂറത്തുൽ ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന സൂറത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ സൂറത്ത് ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. ഈ സൂറത്ത് പാരായണം ചെയ്യണം. മറ്റുള്ള സൂറത്തൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു തവണയാണ് പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറയാണെങ്കിലും ആലു ഇമ്രാനാണെങ്കിലും സൂറത്തുൽ മുൽക്കാണെങ്കിലും യാസീൻ ആണെങ്കിലും വാഖിഅയാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു തവണയാണ് പാരായണം ചെയ്യേണ്ടത്. എന്നാൽ സൂറത്തുൽ ഖദർ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഒരു തവണയല്ല. ഒന്നെങ്കിൽ മിനിമം 7 തവണ, അതുമല്ലെങ്കിൽ 21 തവണ, അതുമല്ലെങ്കിൽ 100 തവണ. ഇനി നേരം പുലരുവോളം രാത്രി ഹയാത്താക്കുന്നവരാണെങ്കിൽ സൂറത്തുൽ ഖദറിനെ നിർത്താതെ പാരായണം ചെയ്തോളൂ, എണ്ണമില്ലാതെ പാരായണം ചെയ്തോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. ആ അതിമഹത്തായ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവിന്റെ മഹത്വം ലഭിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രിക ലോക വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.